Hello and welcome back to Kala's Food World. അപ്പോൾ കുറേ നാളിന് ശേഷം നമ്മളൊരു ഫുൾ വീഡിയോ ഇടുക അല്ലേ അമ്മ? കുറേ നാളെ ഞങ്ങളൊരു ഫുൾ വീഡിയോ ഇട്ടിട്ട് അതിന്റെ റീസൺ ഞാനൊരു ഷോർട്സ് ആയിട്ട് ജസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പുതിയ വീടിന്റെ പാല് കാച്ച് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫുൾ വീഡിയോ ഇടാനുള്ള ഒരു ടൈം കിട്ടിയില്ല. അപ്പൊ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഫ്രീ ആയപ്പോഴത്തേക്കും വിചാരിച്ചു ഒരു റെസിപ്പി ചെയ്യാമെന്നുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചത് ബാക്കി ഇരുന്നതുകൊണ്ട് ഇന്നൊന്ന് ഗ്രില്ല് ചെയ്യാന്ന് വിചാരിച്ചു അല്ലെ? ചിക്കൻ ഗ്രില്ല് ചെയ്യാന്ന് വിചാരിച്ചു. ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ തന്തൂരിയുടെ ഒരു റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട് അല്ലേ? ഒരുപാട് റെസിപ്പീസ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ കുറെ റെസിപ്പീസ് ഒക്കെ ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിൽ തന്നെ പിൻ ചെയ്യാം. അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. ഇത് ഒത്തിരി സമയമൊന്നും എടുക്കാത്ത ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് രണ്ട് രീതിയിലും ചെയ്യാം. ഞങ്ങളിപ്പോ ഇന്ന് ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അല്ലേ? അതെ നമ്മള് ഗ്യാസിൽ വെച്ചിട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് താല്പര്യമുള്ളവർക്ക് അത് വേണമെങ്കിലും കാണാം. നമുക്ക് ഒത്തിരി സംസാരിച്ച സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് പൊടികളൊക്കെ ഒന്ന് എടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതെല്ലാം ആയിട്ട് ഇങ്ങനെ എടുക്കുക. ആദ്യം നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ ആണ് കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്ത് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കസൂരി മേത്തിയാണ്. ഇത് എന്തായാലും മസ്റ്റായിട്ടും ഇതിൽ യൂസ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ട് തന്നെ വേണം ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ്. നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയുള്ള പേസ്റ്റ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ലെമനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ മസാലയൊക്കെ നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാമേ, കറക്റ്റ് ആണോ? ഇനി ഇത് നമുക്ക് ചിക്കനകത്തോട്ട് നന്നായിട്ട് പുരട്ടി വെച്ച് ഒരു 2 മണിക്കൂർ മാരിനേറ്റ് എല്ലാം ഉണ്ടോ? പുളിയൊക്കെ ഉണ്ടോ? ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിനി ചിക്കൻ ഇതിനകത്തോട്ടിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ വലിയ പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. നമ്മളിവിടെ കുറച്ച് ചെറുതായിട്ടാണ് ഇഷ്ടമുള്ളത് കൊണ്ട് നീളത്തിൽ കട്ട് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സൗകര്യം പോലെ അല്ലേ? നന്നായിട്ട് പുരട്ടി എടുക്കണം. ഇത്ര മതിയോ? മതിയല്ലോ അല്ലേ? ഓരോരോ കഷ്ണങ്ങളിലായിട്ട് പുരട്ടി എടുക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കറി വെക്കുന്നതിനേക്കാളും എന്ത് എളുപ്പമല്ലേ ഇത്? അത് ഒരു കറി വെക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ അരച്ചെടുത്ത് ഉള്ളി വഴറ്റണം. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടല്ലേ? ഉള്ളി വഴറ്റണം, എന്തൊക്കെ കാര്യങ്ങളാണ്. ഇതാകുമ്പോൾ അതൊന്നുമില്ല. പെട്ടെന്ന് ഒരു മസാല നമ്മൾ മിക്സ് ചെയ്ത് അതെ ഇത് ശരിക്കും നമുക്ക് കട്ട് ചെയ്ത് കിട്ടുമല്ലോ. അങ്ങനെ ഇപ്പൊ കട്ട് ചെയ്യാൻ നമ്മൾ തന്നെ കട്ട് ചെയ്തില്ലെങ്കിൽ ഈ തന്തൂരി കട്ടെന്നൊക്കെ പറഞ്ഞ് മിക്കവാറും അല്ലേ അങ്ങനെയല്ലേ അത് കട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ചിക്കൻ പീസസ് എല്ലാം നമ്മൾ നന്നായിട്ട് പുരട്ടി വെച്ചു. ഇനി ഇത് നമുക്ക് ഒരു 2 മണിക്കൂർ മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത് അല്ലേ? അപ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് നന്നായിട്ട് പിടിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ അങ്ങ് മുകളിലത്തെ ഗ്രില്ലിൽ നിന്ന് ഡ്രിപ്പ് ചെയ്ത് താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഫോയിൽ പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുത്തത്. പിന്നെ കുറേ പീസസ് ഉണ്ടായിരുന്നുകൊണ്ട് താഴെയും കൂടെ വെച്ച് കൊടുത്തു. പക്ഷേ അത് ശരിയായില്ല. കാരണം നമ്മൾ ഗ്രിൽ മോഡലിട്ട് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് ശരിയായില്ല. അത് പിന്നെ സെക്കൻഡ് ടൈം കുക്ക് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ഇതിൻ്റെ ടെമ്പറേച്ചറൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. കാരണം ഓരോ അവൻ്റെയും അനുസരിച്ച് അതിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നല്ല നീറ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിനെ അവനിലേക്ക് വെക്കുകയാണ്.
വെച്ചതിന് ശേഷം ഇതിപ്പോൾ പ്രീ ഹീറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/2 an hour ഒരു സൈഡും 1/2 an hour തിരിച്ചിട്ട് അടുത്ത സൈഡും ഗ്രിൽ മോഡിലിട്ട് ഗ്രിൽ ചെയ്തെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ അവൻ്റെ രീതി അനുസരിച്ച് നമുക്കതിൻ്റെ കുക്കിംഗ് ടൈമും കാര്യങ്ങളും എല്ലാം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും അതവിടെ ഇരുന്നാവുന്ന സമയത്തേക്ക് നമുക്കൊരു ചെറിയ പ്ലേറ്റ് ഡെക്കറേഷൻ ചെയ്യാം. എന്തായാലും സാലഡും വേണമല്ലോ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ടൈം ഉണ്ടല്ലോ, ഒരു 1 hour കൊണ്ടല്ലേ അതാവത്തുള്ളൂ. ആ ടൈമിൽ നമുക്ക് കുറച്ച് ക്യാരറ്റ്സും കുക്കുംബറും സവാളയും പിന്നെ കുറച്ച് ലെമനും ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മിക്കവാറും ഉള്ളവർക്കുള്ള ഒരു ശീലമായിരിക്കും ഇത് ആയോ നോക്കും. നമുക്കറിയാമല്ലോ 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ആവത്തുള്ളൂ. എന്നാലും എന്നെപ്പോലെ ഇതേപോലെ അത് നോക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റ് ഡെക്കറേഷനൊക്കെ വലിയ കുഴപ്പമില്ലാത്ത തരത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസായിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒരു വീഡിയോ പർപ്പസ് ആയതുകൊണ്ട് മാത്രം കേട്ടോ നമ്മൾ ഇത്രയും ഡെക്കറേഷനൊക്കെ വെച്ച് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ നമുക്ക് വീട്ടിലൊക്കെ എന്തെങ്കിലും ചെയ്തെടുക്കുമ്പോൾ അതായത് ഇതേപോലെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ ഒന്ന് ചെയ്തെടുത്ത ഒരു രസം അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കറക്റ്റ് കുക്കിംഗ് ടൈമും കറക്റ്റ് കൺസിസ്റ്റൻസിയിലും ഒക്കെ തന്നെയാണ് ഇതിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളിവിടെ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കന്. ഇനിയിപ്പോൾ നമുക്ക് ഇത് കഴിക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് അല്ലേ. ഇനി അടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഇതായിരുന്നു കഴിക്കാൻ പോവാണ്. അപ്പോൾ എന്താ കുഞ്ഞുമൊക്കെ വെയിറ്റിംഗ് ആണ് ലെഗ് പീസിന് വേണ്ടിയിട്ട്. അവൻ്റെ ഫേവറേറ്റ് ലെഗ് പീസാണ്. അപ്പം യൂഷ്വലി നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുബൂസോ അങ്ങനെ പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇച്ചിരി സമയമൊക്കെ എടുത്ത് നമ്മൾ ഇത്രയും പരിപാടിയൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ ബ്രെഡ് ഇരുന്നത് കൊണ്ട് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് കൂട്ടത്തിൽ ആക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കോമ്പിനേഷനായിട്ട് ബ്രെഡ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ വ്ളോഗ് റെസിപ്പിയും വ്ളോഗും എല്ലാം കൂടെ ആയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും റെസിപ്പിയും വ്ളോഗും രണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരിയും റെസിപ്പീസ് ഞങ്ങൾ ചിക്കൻ്റെ തന്നെ പല ടൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ തന്തൂരി നമ്മൾ സാധാരണ ഗ്യാസിൽ വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്യുന്ന കൈൻഡ് ഓഫ് റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും പോയി കാണണം. അതൊക്കെ ഞാനിവിടെ പിൻ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.